ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ആം ആദ്മി പാർട്ടി വീണ്ടും ഡൽഹിയിൽ അധികാരത്തിൽ വരുമോ എന്നാണ്. ആദ്യം നമുക്ക് കോൺഗ്രസിന്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. കോൺഗ്രസിന് ഇപ്രാവശ്യം 4 to 5% വോട്ട് നിലനിർത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് അവിടുത്തെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. 4% താഴോട്ട് പോയാലും അത്ഭുതപ്പെടാൻ ഇല്ല. അവിടെ കോൺഗ്രസ് വിജയിക്കുവാനുള്ള സാധ്യത വെറും 0%. ഇനി രണ്ടാമതായി BJPയുടെ ഇതിലേക്ക് പോകാം. BJP അവിടെ വിജയിക്കുവാൻ സാധ്യത വെറും 10% മാത്രമാണ്. ഏകദേശം 20 തൊട്ട് 30 സീറ്റുകൾ വരെ ആയിരിക്കും അവിടെ BJP കിട്ടാൻ സാധ്യതയുള്ളത്. അടുത്തതായി നമുക്ക് ആം ആദ്മിയുടെ കാര്യത്തിലേക്ക് കടക്കാം. ആം ആദ്മി ഇനിയും ഒരു 5 വർഷത്തേക്ക് കൂടി അവിടെ സേഫ് തന്നെയാണ്. പെട്ടെന്നൊന്നും മാറിപ്പോകാത്ത സ്ത്രീ വോട്ടർമാർ തന്നെയാണ് അവിടെ ആം ആദ്മിയെ വീണ്ടും ഭരണത്തിലേറ്റാൻ പോകുന്നത്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് 40 മുതൽ 50% വരെ വോട്ട് വിഹിതം ഉണ്ടായിരിക്കുന്നതാണ്. 40 മുതൽ 50 സീറ്റുകൾ വരെ നേടാൻ സാധ്യത ഉള്ളപ്പോൾ തന്നെ അതിന് മുകളിൽ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. 90% വിജയസാധ്യതയാണ് ആം ആദ്മി പാർട്ടിക്ക് ഞാൻ ഇവിടെ ഡൽഹിയിൽ കാണുന്നത്. കെജ്രിവാൾ എന്ന ഒറ്റ പേരിൽ തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടി ഇപ്രാവശ്യവും വിജയിക്കാൻ സാധ്യത. കലാശക്കൊട്ടിന് മുമ്പ് 8 MLA-മാർ BJPയിലേക്ക് പോയത് ആം ആദ്മി പാർട്ടിക്ക് ക്ഷീണമാകുന്നത് സത്യമാണെങ്കിലും തീർച്ചയായും ആം ആദ്മി പാർട്ടി തന്നെയായിരിക്കും ഡൽഹി വീണ്ടും ഭരിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞുള്ള അടുത്ത 2030 ഇലക്ഷനിലും ആം ആദ്മി പാർട്ടിക്ക് തന്നെയായിരിക്കും ചാൻസ് കൂടുതൽ. അത് കഴിഞ്ഞുള്ള ഒരു ഇലക്ഷനിൽ മാത്രമേ BJPക്ക് എന്തെങ്കിലും ഒരു ചാൻസ് നമുക്ക് കൽപ്പിക്കാൻ കഴിയൂ. കാരണം 2015 മുമ്പ് ഡൽഹിയിൽ താമസിച്ചവർ ആണ് ഇപ്പോഴും അവിടെ വോട്ട് ചെയ്യാനുള്ളത്. അവർക്കറിയാം എന്താണ് അവിടെ അരവിന്ദ് കെജ്രിവാൾ ചെയ്തിട്ടുള്ളതെന്ന്. അത് ന്റെ നന്ദി ആർക്കും അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകാൻ സാധ്യതയില്ല. ഒരു തലമുറ മാറ്റം ഒരു 15 വർഷം കൂടുമ്പോഴാണ് എപ്പോഴും സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ 2035 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ മാത്രമായിരിക്കും ഇനി BJPക്ക് എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കാൻ സാധ്യതയുള്ളത്. വീഡിയോ വലിച്ചു നീട്ടി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ശരി, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.